ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിപ്പോൾ ഒരു മസാലപ്പുളി, വെണ്ടയ്ക്ക വെച്ചിട്ട് മസാലപ്പുളി. ഇത് നമ്മളുടെ നാട്ടിൽ പാലക്കാട് സ്ഥിരം എല്ലാവരും ഉണ്ടാക്കാറുള്ളതാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഇത് തേങ്ങ ചേർത്തിട്ടും ഉണ്ടാക്കാം, തേങ്ങ ചേർക്കാതെയും ഉണ്ടാക്കാം. പക്ഷെ തേങ്ങ ചേർക്കാണ്ട് ഉണ്ടാക്കുന്നതിന് കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്. പക്ഷെ ഞാനിത് തേങ്ങ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്താ കാരണം വെച്ചാൽ ഇവിടെ തേങ്ങ ചേർത്ത കറിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെണ്ടയ്ക്കയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ വെണ്ടയ്ക്ക ഇങ്ങനെ ഒരു വെണ്ടയ്ക്ക 5 കഷ്ണമാക്കിയിട്ടുണ്ട്, 4-5 കഷ്ണം ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇനി എല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ തുടച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനതിനെ ഇവിടെ ചെറിയൊരു ചീഞ്ചട്ടിയിൽ 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഇതിനെ അതിലേക്ക് വറക്കാനിടുക. അതവിടെ കിടന്ന് ഒന്ന് വഴണ്ട് വരണം. ഇല്ലെങ്കിൽ അത് വരാണ്ട് വഴുപ്പ് വരും. അപ്പോൾ ഇതൊന്നിങ്ങനെ വഴണ്ട് വരട്ടെ. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് എടുത്തിരിക്കണമെന്ന് കാണിക്കാം. അത് ഒരു 6 മുളകുണ്ടാവും, ചുവന്ന മുളക്. പിന്നെ ഇളകി, പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലി കുറച്ച് കൂടുതൽ വേണം. മസാലപ്പുളി എന്ന് പറയുമ്പോൾ മസാല കാണിക്കുന്നത് ഇതാണ് കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി ഒരു 12 എണ്ണം. അങ്ങനെ കണക്കൊന്നുമില്ല, കുറച്ച് ഉള്ളി വേണം അതിന് കേട്ടോ. അത് നല്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ കണ്ടോളൂ, ഒരു 1/4 ടീസ്പൂണേ ഉള്ളൂ. ഉലുവ കൂടിപ്പോയാൽ കശക്കും. പിന്നെ ഒരു 2 ടീസ്പൂൺ തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തേങ്ങ ഇതിലും കൂടുതൽ വേണ്ടവർക്ക് ചേർക്കാം, പക്ഷെ ഞാൻ കുറച്ച് തേങ്ങ ചേർക്കുന്നുള്ളൂ. കഷ്ടിച്ചൊരു 2 ടീസ്പൂണിനെക്കാട്ടിലും ഉണ്ടാവും, കുറച്ചുകൂടി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലേക്ക് വേണ്ടത്. ഇനി ഈ വെണ്ടയ്ക്കൊന്ന് വതക്കിയ ശേഷം ഞാനിത് വറുക്കുന്നത് കാണിക്കാം. അപ്പോൾ ഈ വെണ്ടയ്ക്കൊക്കെ നല്ലോണം ഒന്ന് വതക്കിയിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ഇതേ ചീഞ്ചട്ടിയിലാണ് ഞാൻ വറുക്കാനായിട്ട് പോണത്. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഞാനിതിനെ ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് ഇതും കൂടി പറയാൻ മറന്നുപോയതാണ്. ഒരു നാരങ്ങ വലുപ്പത്തിൽ, ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ട് അതിനെ നല്ലോണം കശക്കി പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരാണിത്. ഇതിനെ ഞാൻ ഈ വെണ്ടയ്ക്കൊക്കെ വതകിയതുകൊണ്ട് ഇനി അതിൽ വെള്ളം ഒഴിച്ച് വേവിക്കണമെന്നില്ല. ഈ പുളി വെള്ളത്തിൽ ഇതിനെ ഒന്ന് വേവിക്കാനില്ല. കുറച്ചുകൂടി വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം. ഞാൻ ഒരു ലേശം കൂടി വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഇതിനെ ഉപ്പിട്ടിട്ട് വേവിക്കാനില്ല. ഇതിൻ്റെ കൂടെ ലേശം മഞ്ഞളും ചേർക്കണം കേട്ടോ. ഇത് നല്ല ഉഗ്രനായ കറിയാണ്. പുളിക്കറി ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് നല്ലപോലെ ഇഷ്ടപ്പെടും. ഒരു നല്ലോണം ഒരു പറ ചോറുണ്ണും. ഇതൊക്കെയാണ് പറയുന്നത് ഞാൻ. അപ്പോൾ ഇനി ഞാൻ ഇതിനെ ഒന്ന് കത്തിച്ചിട്ട് ഇതിനെ ഒന്ന് അവിടെ വേവിക്കാൻ വയ്ക്കുകയാണ്. ഇതിനെ ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. ഇനി ഈ ചീനച്ചട്ടിയിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട്, 1 സ്പൂൺ കൂടി എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഈ മുളക്, മല്ലി, ഉലുവ ഇപ്പിടില്ല. എന്താ കാരണം വെച്ചാൽ ഉലുവ വേഗം കരിഞ്ഞു പോകും. അപ്പോൾ ഈ മുളകൊന്ന് ചൂടായി വരുന്ന നേരം കൊണ്ട് ഞാൻ ഈ മല്ലി ഇട്ടു. മല്ലിയിടുക. മല്ലി നല്ലോണം ബ്രൗൺ നിറത്തിലാവണം. മല്ലി വറുക്കുന്നതിലാണ് ഈ കറിയുടെ ടേസ്റ്റ് കേട്ടോ. ഉലുവ ഇപ്പോൾ ഇടുന്നില്ല, അപ്പോൾ ഉലുവ ലാസ്റ്റ് മൊമെൻറ്റിലായിരുന്നു. അപ്പോൾ ഇതൊന്ന് നന്നായി വറുത്ത് വരട്ടെ. ഇപ്പോഴാണ് ഞാൻ ഈ ഉലുവ ചേർക്കാൻ പോകുന്നത് കേട്ടോ. ഒരു 5-6 മല്ലിയും കൂടെ പൊട്ടു. ഇപ്പോൾ ഞാൻ ഉലുവയും ചേർത്തു, ഉള്ളിയും ചേർത്തു കേട്ടോ. ഇപ്പോൾ ഉള്ളി, മല്ലി, ഉലുവ, മുളക്. ഈ മല്ലിത്തിരി നല്ലോണം ആവണം കേട്ടോ. നിങ്ങൾക്ക് ക്യാമറയിൽ എങ്ങനെയുണ്ട് കാണുമ്പോൾ എന്ന് എനിക്കറിയില്ല. ഇത് നല്ല കളറ് വന്നിട്ടുണ്ട്, കരിഞ്ഞിട്ടൊന്നുമില്ല. ഇങ്ങനെ നല്ല കളറ് വരണം മല്ലി കേട്ടോ. അപ്പോൾ ഞാനിതിനെ വാങ്ങിയിട്ട് തേങ്ങ ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. ഇപ്പോൾ ഞാനിനി ഈ തേങ്ങ, ഇതൊരു 2 ടീസ്പൂൺ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിനെ ഒന്ന് നന്നായിട്ട് എണ്ണ ഒഴിച്ചു. എന്നുവെച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് വറുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ മല്ലി ഒന്നും കൂടി വല്ലാണ്ട്. അപ്പോൾ ഞാനിത് വേറെ വറുക്കുകയാണ്. ഇങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷേ ചിലവർ ആ മല്ലിയുടെ കൂടെ തന്നെ ഇട്ടിട്ട് വറക്കും തേങ്ങേനെ. ഞാനത് ചെയ്യില്ല. എന്താ കാരണം വെച്ചാൽ ആ മല്ലി ചിലപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് വറുത്ത് പോയാലും. ഇപ്പം ഞാൻ തേങ്ങ വേറെ ആയിട്ട് ചെയ്യാണ്.
ഈ തേങ്ങ നല്ലോണം ഒന്ന് റെഡ് കളറാവണം, നല്ലോണം മൂത്തിട്ട് വരണം. റെഡ് കളറാവണമെന്നല്ല, നല്ലോണം ഒന്ന് നല്ല മണം വരും തേങ്ങയുടെ ഇങ്ങനെ വറുത്തിട്ട്, അതുവരെ അതിനെ ഒന്ന് വറുക്കട്ടെ. ഇപ്പോൾ ഈ തേങ്ങ നല്ലോണം ഒന്ന് തുടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഞാൻ മിക്സിയിലിട്ടിട്ട് അരയ്ക്കാൻ പോകുന്നു. ഇപ്പം എൻ്റെ മസാലയൊക്കെ നന്നായി അരഞ്ഞു. ഇത് നന്നായി അരയണം കേട്ടോ, നന്നായി അരഞ്ഞു. ഈ പുളിയും വെണ്ടയ്ക്കും ഇങ്ങോട്ട് നല്ലോണം തിളച്ച് കഴിഞ്ഞു. ഈ മസാല ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. കഴുകിയിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിക്കുകയാണ്. ഇനി ഈ മസാല നന്നായി തിളച്ച് വരണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അത് തിളച്ച് വന്നു കഴിയുമ്പോൾ ഉപ്പ് മതിയൊന്ന് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് വറുത്തിടണം. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ കറി നന്നായി തിളച്ചു, ഒരു 5 മിനിറ്റ് 10 മിനിറ്റായി തിളച്ചുകൊണ്ടിരിക്കണം. ഇനി ഞാൻ ഇതിനെ ഓഫ് ചെയ്തിട്ട് ചീഞ്ചട്ടി വെച്ചിട്ട് വറുത്തിടാൻ പോവാണ്. അപ്പോൾ കൂട്ടാണ്ടിക്ക് കടുക് വറുത്തിടുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3/4 ടീസ്പൂൺ കടുക് ഇടുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അപ്പോൾ അതിൻ്റെ കൂടെ കറിവേപ്പില ഇടണം. കുറച്ച് ഇതാ കടുക് വറുത്തു. ഇപ്പം എൻ്റെ ടേസ്റ്റി വെണ്ടയ്ക്ക മസാലപ്പുളി റെഡിയായി. ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എന്താ വെച്ചാൽ ഈ കറി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. തേങ്ങ നിങ്ങൾക്ക് ഇത്രയൊന്നും വറുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെ വറുക്കണ്ട. പക്ഷെ ഞാനിത് നന്നായി വറുത്തിട്ടുണ്ട്. നോക്കണം, കരിഞ്ഞു പോവാതെ, മല്ലി കരിഞ്ഞു പോവാതെ നോക്കണം. അപ്പോൾ പാലക്കാടൻ വെണ്ടയ്ക്ക മസാലപ്പുളി റെഡിയായി. ഫ്രണ്ട്സ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരിക. Okay, see you in the next video with a wonderful recipe. It's bye from Sudha Menon.